സൂറത്തുൽ ബക്കറയിലെ അവസാനത്തെ രണ്ടായത്ത്. ഏതാണ് ആ രണ്ടായത്ത്? നമുക്കൊക്കെ പരിചയമുള്ള ആമനർ റസൂൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സുപ്രധാന ആയത്ത്. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ മുതൽക്ക് ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ എന്ന് പറയുന്ന ആയത്ത്. രണ്ടായത്താണ് അൽ ബക്കറയുടെ അവസാനത്തെ രണ്ടായത്തുകൾ. ഈ രണ്ടായത്ത് മൻ ഖറഅഹുമാ ഫീ ലൈലത്തിൻ കഫതാഹ്. ഈ രണ്ടായത്തുകളെ ആരെങ്കിലും രാത്രിയിൽ പാരായണം ചെയ്താൽ കഫതാഹ്, അവൻ അത് മതി. വല്ലാത്തൊരു വചനാണത്. കഫതാഹ്, അവൻ അത് മതി. ഇത് പിഴക്കാത്ത, അള്ളാഹുവിൻ്റെ വഹി അനുസരിച്ച് പറയുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ തിരുനാവിലൂടെ വന്ന വചന. അത് തെറ്റുപറ്റൂല. നോക്കൂ നിങ്ങൾ, വല്ല പ്രയാസവുമുണ്ടോ ഈ രണ്ടായത്ത് പാരായണം ചെയ്യാൻ? ഇല്ല. എന്നാൽ അതുകൊണ്ട് കിട്ടുന്ന വലിയ പുണ്യമോ? ഖഫതാഹ്, എല്ലാ വിപത്തുകളിൽ നിന്നുമുള്ള രക്ഷയ്ക്ക് അത് മതി. പൈശാചിക ശല്യങ്ങളിൽ നിന്നുള്ള രക്ഷയ്ക്ക് അത് മതി. പലരും പറയുന്ന പരാതിയാണ്, രാത്രി ഉറക്കത്തിൽ പലതും കാണുന്നു, പേടിപ്പെടുത്തുന്നു, പല രൂപത്തിലുള്ളതും കാണുന്നു എന്നൊക്കെ. അതിനൊക്കെ ഇത് മതി. അത്തരം പൈശാചിക ശല്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ രണ്ടായത്ത് മതി. എത്രത്തോളം ഇമാമിങ്ങൾ പറഞ്ഞത് കാണാം, തഹജ്ജുദ് നിസ്കരിക്കാൻ സാധിക്കാത്തവർക്ക് വരെ ഈ പരിശുദ്ധമായ രണ്ട് ആയത്തുകൾ പരിഹാരമാണ് എന്ന്. മാഷാ അല്ലാഹ്. എല്ലാ വിപത്തുകളിൽ നിന്നുള്ള രക്ഷക്കും ഇത് മതി. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, സഹോദരിമാര്, ഈ രണ്ട് ആയത്തുകൾ എല്ലാവരും മനഃപ്പാടമാക്കി വെക്കുക. നാം മനഃപ്പാടമാക്കിയാൽ മാത്രം പോരാ. നമ്മുടെയൊക്കെ പ്രായത്തിലുള്ള എല്ലാവർക്കും ഒരു പക്ഷേ ആയത്തുൽ കുർസി, ആമനർ റസൂൽ ഇതൊക്കെ കാണാതെ അറിയുന്നവരായിരിക്കും. എന്നാൽ വളർന്നു വരുന്ന നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താ? അത് പലരും ശ്രദ്ധിക്കാറുണ്ടാവുകയില്ല. അപ്പം നമ്മുടെ മക്കൾക്ക് വിശുദ്ധ ഖുർആൻ ഓതാൻ തുടങ്ങുന്ന പ്രായത്തിൽ തന്നെ ഈ രണ്ട് ആയത്ത് ഭംഗിയായി പഠിപ്പിച്ചു കൊടുക്കുക. കുറേശ്ശെ പഠിപ്പിച്ചു കൊടുത്താൽ മതി. അവരുടെ ബുദ്ധിക്കും അവരുടെ പ്രായത്തിനും അനുസരിച്ച് അങ്ങനെ മക്കൾക്ക് ഇത് ഭംഗിയായി ഓതാൻ പഠിപ്പിച്ചു കൊടുക്കുക. ഓതാൻ പഠിപ്പിച്ചാൽ മതിയോ? എന്നും രാത്രി ആയത്തുകൾ അവർ ഉരുവിടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഒന്ന് ഉറങ്ങുന്ന സമയത്ത്, മോനെ നീ ഫാത്തിഹ ഓതിയോ, ആയത്തുൽ കുർസി ഓതിയോ, ആമനർ റസൂൽ ഓതിയോ, സുബ്ഹാനല്ലാഹ് എന്നുള്ള ദിക്ർ ചൊല്ലി, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കാം. അപ്പം മക്കളെ നന്നായി പഠിപ്പിക്കുക. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഇത് തെറ്റുകൂടാതെ ഓതാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. ഭാര്യ ഭർത്താവിന് ഓതി കേൾപ്പിച്ചു കൊടുക്കുക, ഭർത്താവ് ഭാര്യയ്ക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുക. അങ്ങനെ അവർക്കത് ഭംഗിയായി ഓതാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക.